نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകളെ ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തിയാക്കുന്നവരായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായി ഈമാനോടുകൂടി ജീവിക്കുവാനും കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളെയും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിൻ എന്ന നിലയിൽ നിർബന്ധമായും ഒരു ദിവസം 5 വഖ്ത് നമസ്കാരങ്ങളിലായി 17 പ്രാവശ്യം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്. അതിനു പുറമെ സുന്നത്തായി ഒരുപാട് തവണ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനം അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. നേരായ മാർഗത്തിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണമേ, നീ കോപിച്ച ആളുകളുടെ മാർഗത്തിലല്ല, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, അതുപോലെ തന്നെ വഴിപിഴച്ച ആളുകളുടെ മാർഗത്തിലുമല്ല. ജൂത നസാറാക്കളെയാണ് ഈ 2 കൂട്ടർ എന്ന് തഫ്സീറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യഹൂദിയത്ത് എന്ന് പറയുന്നത് ഒരുപാട് ദുഷിച്ച ഗുണങ്ങൾ സമ്മേളിച്ചതാണ് എന്ന് പരിശുദ്ധമായ ഖുർആനും നബി തങ്ങളുടെ ഹദീസും നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്.
അധാർമികമായ ഒരുപാട് നിലപാടുകൾ വെച്ചു പുലർത്തുന്ന ഒരു സംഹിതക്കാണ് യഹൂദിയത്ത് എന്ന് നമ്മൾ പറയുന്നത്. ആ ദുഷിച്ച ഗുണങ്ങൾ പാടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും അതിനെ ബഹിഷ്കരിക്കുവാനും നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായി ഏതൊക്കെ രീതിയിലായിരുന്നു യഹൂദിയത്തിൻ്റെ അധാർമികമായ നിലപാടുകളെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പടച്ച റബ്ബിനോടുള്ള അള്ളാഹുവിനോടുള്ള യഹൂദിയത്തിൻ്റെ വഴികേടായിരുന്നു, അധാർമികമായ നിലപാടായിരുന്നു. വിശ്വാസപരമായ അവരുടെ വഴികേട് ഒന്നാമതായി തൗഹീദിന് തീർത്തും ഘടകവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു വിശ്വാസമായി അവർ വെച്ച് പുലർത്തിയിരുന്നത്. വഖാലത്തുൽ യഹൂദ് ഉസൈറുൻ ഇബ്നുല്ലാഹ്, ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് യഹൂദികൾ വാദിക്കുകയുണ്ടായി. വഖാലത്തുൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്, എപ്രകാരം നസാറാക്കള് മസീഹ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിനെ അള്ളാഹുവിൻ്റെ പുത്രനായി പറഞ്ഞുവോ, അതുപോലെ ഉസൈർ അലൈഹിസ്സലാമിനെ യഹൂദികൾ അള്ളാഹുവിൻ്റെ പുത്രനായി ഗണിക്കുകയും അദ്ദേഹത്തിന് ദൈവീകത കൽപ്പിച്ചരുളുകയുമുണ്ടായി. ഉസൈർ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പിന്നീട് ദീർഘമായി നമുക്ക് കാണാൻ കഴിയില്ല. സ്വഹീഹായ ഹദീസിലും നമുക്ക് വിശദീകരണങ്ങൾ കാണാൻ കഴിയില്ല. എങ്കിലും അത് യഹൂദികളിലേക്ക് അയക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നുവെന്നും അദ്ദേഹമാണ് ബാബിലോണിയക്കാരാൽ ആക്രമിക്കപ്പെട്ട ഇസ്രായേലർക്ക് വീണ്ടും തൗറാത്ത് എഴുതി കൊടുത്തതെന്നുമൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും അവരിലേക്ക് അയക്കപ്പെട്ട അല്ലെങ്കിൽ അവരിലുണ്ടായിരുന്ന ആ മഹാമനുഷ്യനെ അദ്ദേഹത്തിന് അവർ ദൈവീകത കൽപ്പിക്കുകയും അത് അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് അവർ വാദിക്കുകയും ചെയ്തു. ഇതവരുടെ വിശ്വാസപരമായ വഴികേടാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനെ തെറ്റായി മനസ്സിലാക്കുകയും അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, സത്യം മനസ്സിലാക്കിയതിന് ശേഷവും അള്ളാഹുവിനെ തെറ്റായി ചിത്രീകരിക്കുകയും അള്ളാഹുവിനെ പരിഹസിക്കാൻ വേണ്ടി, കളിയാക്കാൻ വേണ്ടി അള്ളാഹുവിനെ വ്യംഗ്യമായ ഭാഷയിൽ കുത്തുവാക്കുകൾ പറയുകയും ചെയ്തിരുന്നു യഹൂദിയത്ത്. വഖാലത്തുൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടതാണ് എന്നവർ വ്യംഗ്യമായി പറയുകയുണ്ടായി. അതിലൂടെ അവർ ഉദ്ദേശിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളോട് അവരുടെ സമ്പത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചിലവഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ അവൻ്റെ അടിമകളോട് ചിലവഴിക്കാൻ പറയുന്നത്? ചിലരെ ദരിദ്രരാക്കുകയും ചിലരെ ധനികരാക്കുകയും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പിശുക്കാനാണ്, അള്ളാഹു പിശുക്കനാണ്, അവൻ ചിലരെ ദരിദ്രരാക്കുകയും ചിലരെ ധനികരാക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കൈകളെ ബന്ധിക്കപ്പെട്ടതാണ് എന്നവർ പരിഹസിക്കുകയുണ്ടായി. ഗുല്ലത് ഐദീഹിം വലുഇനു ബിമാ ഖാലു, യഥാർത്ഥത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ കൈകളാണ്. അവർ അള്ളാഹുവിൻ്റെ പേരിൽ ഇപ്രകാരം പരിഹസിച്ചതിൻ്റെ പേരിൽ, അപമര്യാദയായി പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അവരെ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്രകാരമൊക്കെ പറഞ്ഞതിന് ശേഷവും അള്ളാഹുവിൽ മിഥ്യയായ അല്ലെങ്കിൽ അതിര് കവിഞ്ഞ ഒരുപാട് പ്രതീക്ഷകൾ ഇക്കൂട്ടർ വെച്ചു പുലർത്തിയിരുന്നതായി ഖുർആൻ പറയുന്നുണ്ട്. വഖാലത്തുൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ, ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷവും യഹൂദികളും അതോടൊപ്പം നസാറാക്കളും പറഞ്ഞിരുന്നത് നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ, ഞങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിനോട് അവർക്ക് ഇത്തരത്തിലുള്ള വഴികെട്ട നിലപാടായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയച്ച പ്രവാചകന്മാരോടും ഇത്തരത്തിലുള്ള സമീപനമായിരുന്നു അവരുടേത്. അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ കളവാക്കിക്കൊണ്ടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷമുള്ള ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ പല പ്രവാചകന്മാരെയും കൊന്നുകൊണ്ടൊക്കെ അവർ അവരുടെ നിലപാട്
രേഖപ്പെടുത്തിയിട്ടുണ്ട്. വദുരിബത് അലൈഹിമുദ് ദില്ലതു വൽ മസ്കന. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലൂടെ ഒരുപാട് വിശദീകരിച്ച് യഹൂദിയത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വദുരിബത് അലൈഹിമുദ് ദില്ലതു വൽ മസ്കന. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദയും നിസാരതയും ഈ ഭൂമിയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. വബാഉ ബിഗദബിൻ മിനല്ലാഹ്. അവർ മടങ്ങുന്നത് അല്ലാഹുവിൽ നിന്നുള്ള കോപവുമായി കൊണ്ടാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം അവർക്ക് അവരുടെ ദുനിയാവിലും ആഖിറത്തിലും ബാക്കിയാവുന്നത് അല്ലാഹുവിൽ നിന്നുള്ള കോപം മാത്രമായിരിക്കും. ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാഹ്. ഇത്തരത്തിൽ ദുനിയാവിൽ നിന്ദയും നിസാരതയും അല്ലാഹുവിൽ നിന്നുള്ള കോപത്തിനുമൊക്കെ അവർ കാരണക്കാരാകുന്നത് കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാഹ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ കുറിച്ചുള്ള വിശ്വസിക്കേണ്ടതിന്റെ ആയത്തുകളെ കൃത്യമായി മനസ്സിലായതിനു ശേഷവും അവർ അവിശ്വസിക്കുകയുണ്ടായി. വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്. അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ അവർ കൊന്നുകളയുകയുണ്ടായി. ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. അവരുടെ പ്രവാചകന്മാരെ അല്ലാഹുവിനെ അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിലും അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ ഭൂമിയിൽ അക്രമം പ്രവർത്തിച്ചതിന്റെ പേരിലുമൊക്കെയാണ് അല്ലാഹു തആല ഭൂമിയിൽ വെച്ച്, ദുനിയാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും അവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷകൾ നൽകുകയെന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്മാരെ കളവാക്കുകയും കൊലപ്പെടുത്തുകയും മാത്രമല്ല, അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം മാത്രം നമുക്ക് പഠിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. പരിഹസിക്കുകയും കുത്തുവാക്ക് പറയുകയും വേണ്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചത് നമുക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ തന്നെ ആയത്തുകളിൽ കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഉപദ്രവിക്കാൻ അവർ ശ്രമിക്കാറുണ്ടായിരുന്നു. നബി തങ്ങളെ അഭിവാദനം ചെയ്യുന്നത് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നതിന് പകരം അസ്സാമു അലൈക യാ അബൽ ഖാസിം. അസ്സാമു അലൈക എന്ന് പറഞ്ഞാൽ നിനക്ക് മരണം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള അർത്ഥങ്ങളാണ്. അതുകൊണ്ടായിരുന്നു, അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടായിരുന്നു മദീനയിലുള്ള യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിവാദനം ചെയ്തിരുന്നത്. അത് പൂർവകാല അവരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിലും ഇത്തരത്തിൽ നബിമാരെ പരിഹസിക്കുകയും കുത്തുവാക്ക് പറയുകയും അവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അവരുടെ നിലപാടിന് ശേഷം അള്ളാഹു നമുക്ക് പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത് അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങളോടും അവർ തെറ്റായ സമീപനമായിരുന്നു, വഴികെട്ട നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി. അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത, അവരുടെ സന്മാർഗത്തിന് വേണ്ടി അവരുടെ പ്രവാചകനിലൂടെ അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്തിനെയും ഇൻജീലിനെയും പോലെയുള്ള വേദഗ്രന്ഥങ്ങൾ അവർ അതിൽ അവരുടെ ഇച്ഛക്കനുസരിച്ച്, അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റത്തിരുത്തലുകൾ വരുത്തിയിരുന്നു. വഇന്ന മിൻഹും ലഫരീഖൻ. അവരിൽപ്പെട്ട ചില ആളുകൾ യൽബൂന അൽസിനതഹും ബിൽ കിതാബി ലിതഹ്സബൂഹു മിനൽ കിതാബി വമാ ഹുവ മിനൽ കിതാബ്. വേദഗ്രന്ഥത്തിലുള്ള വാക്യങ്ങളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വന്തം ഇച്ഛയെ പൂർത്തീകരിക്കാൻ വേണ്ടി അവർ അവരുടെ ഭാഗത്ത് നിന്നുള്ള വ്യാഖ്യാനങ്ങൾ നൽകുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള വാക്കുകളെ പടച്ചുണ്ടാക്കുമായിരുന്നു. എന്നിട്ട് അവർ പറയും വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹ്. ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള വാക്കുകളാണെന്ന് അവര് ഒരു ലജ്ജയുമില്ലാതെ അവർ പറയുകയും ചെയ്യും. വമാ ഹുവ മിൻ ഇൻദില്ലാഹ്. എന്നാൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് യഥാർത്ഥത്തിൽ അവർക്ക് ഇറങ്ങിയ വേദഗ്രന്ഥങ്ങൾ, വേദവാക്യങ്ങൾ അതായിരുന്നില്ല. വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവരാണ് യഹൂദികളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇമ്രാനിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഹജീവികളായ മനുഷ്യരോട് പെരുമാറുമ്പോഴും ഇതര മതസ്ഥരായ ആളുകളോട് പെരുമാറുമ്പോഴും എത്രത്തോളം കുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നീചമായ സ്വഭാവ ദൂഷ്യങ്ങളിലൂടെയാണ് അവർ പെരുമാറിയിരുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബി അത്ഫഅഹ അല്ലാഹ്. അവസരം കിട്ടുമ്പോഴെല്ലാം ഇസ്ലാമിനെതിരിൽ യുദ്ധമുണ്ടാക്കാൻ, മറ്റുള്ളവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കാൻ
അല്ലെങ്കിൽ ഉള്ള യുദ്ധം ആളിക്കത്തിക്കാൻ ഇങ്ങനെയൊക്കെ അവര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുല്ലമാ ഔഖദു, അവരിങ്ങനെ പരിശ്രമിച്ചപ്പോഴെല്ലാം അല്ലാഹു ആ തീയെ അണച്ചു കളയുകയാണ് ഉണ്ടായത്. വയസ്ഔന ഫിൽ അർദി ഫസാദ, എന്നിട്ടും ഒന്നും മതിയാക്കാതെ അവർ ഭൂമിയിലൂടെ നിരന്തരം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി, ഇസ്ലാമിനെതിരിൽ കുപ്രചരണങ്ങൾ അയച്ചുവിടാൻ വേണ്ടി അവര് നടന്നിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോട് പെരുമാറുമ്പോൾ, യഹൂദിയത്തിന് പുറമെയുള്ള ആളുകളോട് പെരുമാറുമ്പോൾ അവർ കടുത്ത ധാർഷ്ട്യത്തോടുകൂടി, പുച്ഛത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടിയാണ് പെരുമാറുക എന്ന് അല്ലാഹു പറയുന്നുണ്ട്. വലൈൻ അതൈത അല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക, എത്ര തന്നെ നിങ്ങളുടെ അടുക്കൽ സത്യമുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവിധ തെളിവുകൾ നിരത്തി വാദിച്ചാലും അവർ അതൊന്നും സ്വീകരിക്കാൻ പോവുകയില്ല. അത്രത്തോളം കടുത്ത ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആളുകളാണ് യഹൂദികൾ, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് വിശേഷണങ്ങൾ പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും. യാതൊരു തരത്തിലും വാക്കുകൾ പാലിക്കാത്ത കൂട്ടരാണ്. ചരിത്രമെടുത്ത് നമുക്ക് നോക്കിയാലും വർത്തമാനമെടുത്ത് നോക്കിയാലും നമുക്കത് തന്നെയാണ് കാണുവാൻ സാധിക്കുക. ഒരു കരാറുണ്ടാക്കുകയും നിരന്തരം യാതൊരു ലജ്ജയുമില്ലാതെ അതിനെ ലംഘിക്കുകയും ചെയ്യുന്നവരാണ് യഹൂദികൾ. അതുപോലെ തന്നെ മറ്റൊരാളുടെ ഉയർച്ചയിൽ, ഉന്നതിയിൽ യാതൊരു തരത്തിലുള്ള സന്തോഷവുമില്ലാതെ മറ്റുള്ളവരോട് അസൂയ വെച്ച് പുലർത്തുകയും ദേഷ്യം വെച്ച് പുലർത്തുകയും ചെയ്യുന്നവരാണ്. അവരുടെ വാദങ്ങളിൽ അവർ തീവ്രവാദികളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ അവരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മനുഷ്യരുമായി ഇടപഴകുമ്പോൾ ലോകം പണ്ടേ അംഗീകരിച്ചിട്ടുള്ള യാതൊരുവിധ ധാർമ്മികതയുടെ മൂല്യങ്ങളും അവർ വെച്ച് പുലർത്തുകയില്ല. അതുപോലെ തന്നെ ദുനിയാവിന്റെ കാര്യത്തിൽ അവർ അങ്ങേയറ്റത്തെ ആർത്തി പൂണ്ടവരാണെന്ന് അവരെ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. അവർ ജീവിതത്തോട്, ജീവനോട് അങ്ങേയറ്റത്തെ ആർത്തിയുള്ളവരും മരണത്തോട് വെറുപ്പും മരിക്കാൻ പേടിയുള്ളവരുമാണെന്ന് അവരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എത്ര തന്നെ അവരുടെ കഠിന ഹൃദയത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ യാതൊരു തരത്തിലും മനസ്സലിയാത്തവരാണെന്ന് ഖുർആനും ഹദീസും അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും ദുരാരോപണങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും തങ്ങളെ കുറിച്ചും തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കുറിച്ചുമെല്ലാം അവർ ഒരുപാട് ദുരാരോപണങ്ങൾ മുനാഫിഖുകളുടെ കൂടെ ചേർന്നുകൊണ്ടും അല്ലാതെ ഒറ്റക്കുമൊക്കെ നടത്തിയത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇത്രയൊക്കെ ആണെങ്കിലും അവർ ഭീരുക്കളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫലസ്തീനിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഒരു ചെറിയ കല്ലെടുത്തുകൊണ്ട് എറിയാൻ ഓങ്ങിയാൽ പേടിക്കുന്നത്രയും അവർ ഭീരുക്കളാണെന്ന് നമുക്കും വർത്തമാന കാലഘട്ടത്തിൽ അത് കാണുവാൻ സാധിക്കും. പരിശുദ്ധമായ ഖുർആൻ പിന്നീട് അവരെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നത് സാമ്പത്തികമായ രീതിയിലുള്ള അച്ചടക്കങ്ങൾ അവർക്കില്ല എന്നതാണ്. മനുഷ്യരോട് ഇടപഴകുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ദുഷിച്ച ഗുണങ്ങളും അവരുടെ ഉള്ളിലുണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിനോടും റസൂലിനോടും അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങളോടുമുള്ള നിലപാടൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു താല പറയുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായ അച്ചടക്കവും ഇല്ല എന്നതാണ്. സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്ത്, അവർ നിത്യവും വ്യാജമായ വാർത്തകൾ, കള്ളവാർത്തകൾ മാത്രം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയും നിഷിദ്ധമായ ധനത്തെ അവർ തിന്നുകയും ചെയ്യുന്നവരാണ്. മദീനയിലെ ജൂതന്മാരെ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിലും വർത്തമാനം നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിലും പലിശ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. പലിശ മാത്രം തിന്നുന്നവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മദീനയിലെ ജൂതന്മാരും ഇത്തരത്തിൽ പലിശയിലൂടെ ഒരുപാട് സമ്പാദിക്കുന്നവരും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവരുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു തആല നിർബന്ധമാക്കിയ പ്രബോധനത്തെ എടുത്തു കളയുകയും അവർ അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അവരെ അതിൽ നിന്നും തടയുമായിരുന്നില്ല. അവർ ചെയ്യുന്ന കാര്യം അതെത്ര മോശമായതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെയും അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഫലസ്തീനിലെ ആളുകൾക്ക് നമ്മൾ പിന്തുണ അറിയിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള യഹൂദിയത്തിന്റെ ഗുണങ്ങൾ, അല്ലാഹു തആല ഗുണങ്ങളെയൊക്കെ അവരുടെ ദുഷിച്ച ഗുണങ്ങളെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുഅ്മിനീങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്.
ഇത്തരത്തിലുള്ള ദുഷിച്ച ഗുണങ്ങൾ, പലിശ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുത്തുവാക്ക് പറയുന്നത് പോലെ, പ്രവാചകന്മാരെയും അള്ളാഹുവിനെയും കളിയാക്കുന്നത് പോലെ തുടങ്ങിയുള്ള ദുഷിച്ച ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഫലസ്തീനിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ 2023 ഒക്ടോബർ 7 ആ യുദ്ധമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഏകപക്ഷീയമായ വംശഹത്യയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാരംഭിക്കുമ്പോൾ ഇസ്രായേൽ പറഞ്ഞ കാര്യം ഗസയെ ആൾതാമസമില്ലാത്ത ഒരു മരുഭൂമിയാക്കി മാറ്റുമെന്നായിരുന്നു. യുദ്ധം തുടങ്ങി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ അവർ അവരുടെ യുദ്ധലക്ഷ്യങ്ങൾ പറഞ്ഞിരുന്നു. 3 യുദ്ധലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും അവർ പറഞ്ഞിരുന്നത്. ഒന്നാമതായിട്ട് അവരുടെ ബന്ദികളെ അവിടെ നിന്നും മോചിപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തെ അവരുടെ യുദ്ധലക്ഷ്യം അവിടെയുള്ള ഹമാസ് എന്ന അവരോട് ചെറുത്തു നിൽക്കുന്ന ആ സംഘടനയെ അവിടെ നിന്നും അവർ ഇല്ലാതാക്കുമെന്നാണ് രണ്ടാമത്തെ അവരുടെ യുദ്ധലക്ഷ്യം. മൂന്നാമത്തെ അവരുടെ യുദ്ധലക്ഷ്യം ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ ഒന്നും തന്നെ ഇല്ലാത്ത വിധം അവിടെ അവരുടെ എല്ലാ ഭീഷണികളെയും അവരില്ലാതാക്കുമെന്നുമായിരുന്നു അവർ യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് 650-ലധികം ദിവസം പിന്നിടുമ്പോൾ അവരുടെ ഈ ലക്ഷ്യങ്ങളൊന്നും പൂർത്തിയാക്കിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെന്ന് സ്വന്തമായി പറയുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്യുന്ന ലോകത്തെ വലിയ വലിയ സൈനിക ശക്തികളുടെ പൂർണ്ണമായ പിന്തുണയുള്ള, എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഇത്രയും ചെറിയ ഒരു സംഘടനയോട്, ഒരു സ്റ്റേറ്റ് പോലുമല്ലാത്ത, നിയമ നിർമ്മാണങ്ങളൊന്നുമില്ലാത്ത, ഒരു ഭരണകൂട പോലുമല്ലാത്ത ഒരു ചെറിയ സംഘടനയോട് ഇത്രയും കാലം പൊരുതി നിന്നിട്ടും അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവർക്ക് ആകെ ഇത്രയും ദിവസം കൊണ്ട് നേടാൻ കഴിഞ്ഞത് 60,000-ലധികം ആളുകളെ അവർ കൊന്നുകളഞ്ഞു എന്നതാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് അവിടെ ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടതിനേക്കാൾ സ്ഫോടക വസ്തുക്കൾ ഗസ എന്ന് പറയുന്ന ആ ഒരു ചെറിയ പ്രദേശത്ത് 40 കിലോമീറ്റർ മാത്രം നീളമുള്ള ആ ചെറിയ പ്രദേശത്ത് നിക്ഷേപിക്കപ്പെടുകയുണ്ടായി എന്ന് കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ആശുപത്രികളും അവിടെയുള്ള സ്കൂളുകളും ചെറിയ കുട്ടികൾ പഠിക്കുന്ന കിൻഡർ ഗാർട്ടൻ വരെ അവര് ബോംബിട്ട് നശിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി. എല്ലാ ഭാഗത്തു നിന്നും ഗസയെ പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുകയാണ്. ഹമാസ് എന്ന് പറയുന്ന ഈ സംഘടന 2007 മുതൽ പൂർണ്ണമായും ഉപരോധത്തിലാണ്. ആകാശത്ത് നിന്നും കരയിൽ നിന്നും കടലിൽ നിന്നുമെല്ലാം പൂർണ്ണമായും ഉപരോധിക്കപ്പെട്ട അതിനൂതനമായ നിരീക്ഷണ ക്യാമറകളും ഡ്രോണുകളും വിമാനങ്ങളും മറ്റുള്ള യുദ്ധസന്നാഹങ്ങളും ഒക്കെ കൊണ്ട് ഇത്രയും കാലം 650-ലധികം ദിവസം ഇവരെ നശിപ്പിക്കാൻ നോക്കിയിട്ടും അവർക്കതിന് സാധിച്ചില്ല എന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ബന്ദിമോചനം പലപ്പോഴായിട്ട് മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ ഒരു സംഘടനയുമായിട്ടുള്ള ഒത്തുതീർപ്പുകളിലൂടെയായിരുന്നു. ചുരുങ്ങിയ കാലത്തേക്ക് വെടിനിർത്തൽ കരാറുകൾ ഉണ്ടാക്കുകയും എന്നാൽ അത് തന്നെ ലംഘിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇനിയും ഒരുപാട് ബന്ദികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങളോ ഒന്നും പൂർത്തീകരിക്കാതെ ഇപ്പോഴും അവിടെ മാനുഷിക മൂല്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, പട്ടിണിക്കിട്ടുകൊണ്ട്, ആളുകളെ കൊന്നുകൊണ്ട് ഇതുവരെയും ഒരു രാജ്യവും ചെയ്യാത്ത പട്ടിണിക്കിട്ട് മനുഷ്യരെ കൊല്ലുക എന്നത് ഒരു യുദ്ധതന്ത്രമായി സ്വീകരിച്ചുകൊണ്ട് അവർ അവിടെ ഇപ്പോഴും ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ യഹൂദിയത്തിന്റെ ഗുണവിശേഷണങ്ങളൊക്കെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് ഇപ്പോഴും അത് അവരിൽ നിലനിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദിയത്തിന്റെ എല്ലാ ഗുണങ്ങളിൽ നിന്നും, എല്ലാ ചീത്ത ഗുണങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഫലസ്തീനിലും മറ്റ് ഇതര സ്ഥലങ്ങളിലുമായി ബുദ്ധിമുട്ടുന്ന മുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സഹായം നൽകുമാറാകട്ടെ.
അവരുടെ മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, വിശപ്പ് കൊണ്ട് മരിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് പൂർണ്ണമായ സമാധാനത്തിലേക്ക് ആ നാടുകളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.